പ്ലാൻ അനുസരിച്ച് അതിലെ ആദ്യത്തെ ടോപ്പിക്കാണ് കേരള ഭൂമിശാസ്ത്രം. അപ്പോൾ കേരള ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഏകദേശം കുറേ കിട്ടിയ ഡീറ്റെയിൽസ് എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളം ഉൾപ്പെടുന്ന അക്ഷാംശ രേഖാംശം തൊട്ട് വിസ്തീർണം അങ്ങനെ പോയിട്ട് കേരളത്തിലെ ജില്ലകൾ, അതുപോലെ കടൽ തീരമുള്ള ജില്ലകൾ, പിന്നെ ഭൂപ്രകൃതി അനുസരിച്ച് എത്രയായി തിരിച്ചിരിക്കുന്നു, അതിൻ്റെ അതിരുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. കേരളം ഉൾപ്പെടുന്ന അക്ഷാംശം, അതിൽ ഉത്തര അക്ഷാംശം എന്ന് പറയുന്നത് 8 ഡിഗ്രി 18 മിനിറ്റ്സിനും 12 ഡിഗ്രി 47 മിനിറ്റ്സിനും ഇടയ്ക്കാണ്. അതിൽ പൂർവ്വരേഖാംശം എന്നാണ് പറയുന്നത്. 74 ഡിഗ്രി 52 മിനിറ്റും 77 ഡിഗ്രി 24 മിനിറ്റുമാണ്. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ 1.18% കേരളം. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 21ാമതാണ് കേട്ടോ. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം 3ാമത്. അപ്പോൾ വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങളെല്ലാം കൂടെ എടുക്കുമ്പോൾ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21ാമത്. അതേസമയം ജനസാന്ദ്രതയിലാണെങ്കിൽ കേരളം 3ാമതാണ്. ഇനി ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിൻ്റെ ജനസംഖ്യ എന്നോട് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് 2.76% കേട്ടോ. അടുത്തത് നമ്മുടെ കേരളത്തിൻ്റെ 4 അതിരുകളുടെ എന്താണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നോക്കാം. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടമാണ്, അല്ലെങ്കിൽ മലനിരകൾ എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് തമിഴ്നാട് കർണാടകയാണെന്ന് പറയാം. അത് എങ്ങനെയാണെങ്കിൽ പറയാം. ഇനി അടുത്തത് പടിഞ്ഞാറ് അറബിക്കടൽ അല്ലെങ്കിൽ തീരപ്രദേശം എന്ന് പറയും. തെക്ക് കന്യാകുമാരി അല്ലെങ്കിൽ തമിഴ്നാട്, വടക്ക് കർണാടക. ഇങ്ങനെയാണ് കേരളത്തിൻ്റെ അതിരുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഭൂപ്രകൃതി അനുസരിച്ച് നമ്മൾ കേരളത്തെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. ഭൂപ്രകൃതി അനുസരിച്ച് നമ്മൾ കേരളത്തെ എത്രയായി തിരിക്കുന്നു? 3ആയിട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പോൾ ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇങ്ങനെയാണ് 3ആയിട്ട് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ മൊത്തം വിസ്തൃതിയുടെ 48% മലനാടാണ്. മലനാട് പ്രദേശം ഏകദേശം കിഴക്ക് ഭാഗത്ത്, നമ്മുടെ പശ്ചിമഘട്ടം വരുന്നില്ലേ, ആ ഭാഗത്താണ്. അത് കഴിഞ്ഞ് പിന്നെ പടിഞ്ഞാറ് ഭാഗം വരുന്നത് തീരപ്രദേശം, നമ്മുടെ അറബിക്കടൽ പോകുന്ന ആ ഒരു തീരപ്രദേശം എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗമാണ്. അത് 10% ഉള്ളൂ. ബാക്കിയുള്ള മധ്യത്തുള്ള 42% ഇടനാടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യം മലനാട് 48%, ഇടനാട് 42%, തീരപ്രദേശം 10%. ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളോട് നോക്കണം. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. ഇപ്പോൾ ചെറിയ ജില്ല ആലപ്പുഴ. അതുപോലെ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടുമാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം, ജനസാന്ദ്രത കുറഞ്ഞത് ഇടുക്കി. ജനസംഖ്യ കൂടിയതാണ് മലപ്പുറം, അതേസമയം ജനസാന്ദ്രത കൂടിയത് തിരുവനന്തപുരമാണ്. സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ടയാണ്, സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാടാണ്. അപ്പം ഇനി അതുപോലെ തന്നെ കടൽ തീരം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന ടോപ്പിക് അനുസരിച്ച് കുറച്ചുകൂടി നോക്കാം. ഇത് ഞാൻ പഠിച്ച രീതിക്ക് ഒരു വീഡിയോ കണ്ട് പഠിച്ചു, ആ രീതിക്ക് അങ്ങ് എഴുതി വെച്ചതാണ്. അപ്പോൾ അതിലില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ള വീഡിയോസിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ കേരളത്തിൽ 3 ജില്ലകളും കൂടി യോജിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു ട്രയാങ്കിൾ പോലെ 3 ജില്ലകളും അവിടെ ജോയിൻ ചെയ്യും. അതാണ് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി. ജില്ല ചോദിച്ചാൽ വയനാട്, സ്ഥലം ചോദിച്ചാൽ സുൽത്താൻ ബത്തേരി. നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടകവും യോജിക്കുന്നത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലാണ്. ഇനി നമുക്ക് 14 ജില്ലകളുണ്ട്. അതിൽ 9 ജില്ലകളിൽ കൂടി കടൽ തീരമുണ്ട്. പക്ഷേ 5 ജില്ലകളിൽ കടൽ തീരമില്ല. അപ്പോൾ നമുക്ക് 9 എണ്ണം പഠിക്കുന്നേക്കാൾ 5 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി 9 എണ്ണമാണെന്ന് അറിയാലോ. നമ്മൾ മനസ്സിൽ കേരളത്തിൻ്റെ മാപ്പൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും. പത്തനംതിട്ട ജില്ലയിൽ കടൽ തീരമില്ല. കോട്ടയം, ഇടുക്കി, വയനാട്,
പാലക്കാട്. ഈ 5 ജില്ലകളിലാണ് കടൽ തീരമില്ലാത്തത്. ഇനി നമുക്ക് കടൽ തീരമുള്ളത് 9 ജില്ലകളാണ്. ഇനി കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്ററാണ്. അതിലെന്തോ ചേഞ്ച് വന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് ആ വാല്യൂ കൃത്യമായിട്ട് കിട്ടിയില്ല. കിട്ടുകയാണെങ്കിൽ കമൻസിൽ പിൻ ചെയ്തേക്കാം. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലമാണ്. കടൽ തീരം ഉള്ളതിൽ വലിയ ജില്ല മലപ്പുറവും കടൽ തീരം ഉള്ളതിൽ ചെറിയ ജില്ല ആലപ്പുഴയുമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലകളിൽ കണ്ണൂർ 1ാമതും ആലപ്പുഴ 2ാമതും നമ്മുടെ തിരുവനന്തപുരം ജില്ല 3ാമതുമാണ്. കോഴിക്കോട് 4ാമത്. ഇനി ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയാണ്. ഈ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല എന്ന് പറഞ്ഞാലും ആലപ്പുഴ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ കുറഞ്ഞു നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കണ്ണൂരും ആലപ്പുഴയും നമുക്കങ്ങനെ വേർതിരിച്ച് പറയാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഗ്യാപ്പ് ദൂരമൊന്നും ഇല്ല കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഈ താലൂക്ക് ഇപ്പുറത്തേക്ക് വയനാട്ടിലേക്ക് വന്നത്. ഇനി ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണെന്നാണ്. അത് മുഴുപ്പിലങ്ങാടി ഡ്രൈവ് ഇൻ ബീച്ചാണ്. നമുക്ക് വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചാണ്. അതാണ് ഡ്രൈവ് ഇൻ ബീച്ച് എന്ന് പറയുന്നത്. നമ്മൾ സാധാ ബീച്ചിലൊന്നും നമുക്ക് വണ്ടി ഇറക്കത്തില്ല, മണലിലിങ്ങനെ താന്നു പോകും. ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകതയില്ല, പ്രശ്നമില്ല. ഇന്ത്യയുടെ തീരപ്രദേശത്തിൻ്റെ 10% കേരളത്തിലാണ്. അപ്പോൾ ഇന്ത്യയുടെ തീരപ്രദേശത്തിൻ്റെ 10% കേരളത്തിലാണ്. ഇനി കേരളത്തിലെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് 560 കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം 580 നമ്മൾ പറഞ്ഞു. ഇത് തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്ററാണ്. അതുപോലെ തന്നെ കേരളത്തിൽ 44 നദികളാണ് ഉള്ളത്. അതിൽ 3 കിഴക്കോട്ടും 41 പടിഞ്ഞാറോട്ടും ഒഴുകുന്നു. അപ്പോൾ ഈ നദികളെക്കുറിച്ചൊക്കെ നമുക്ക് സെപ്പറേറ്റ് ടോപ്പിക്കായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ പഠിക്കാം. അത് കഴിഞ്ഞ് ഇനി മലനാട്ടിലെ പ്രധാന കൃഷി എന്ന് പറഞ്ഞാൽ തേയില, ഏലം, കാപ്പി, റബ്ബർ ഇവയൊക്കെയാണ്. കേരള സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന മലനാടാണ്. മലനാട്ടിൽ നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ മഴക്കാടുകളാണുള്ളത്. സൈലന്റ് വാലി നിത്യഹരിത വനമാണ്. മലനാടിൻ്റെ ഭാഗമാകാത്ത ഏക ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിൽ മാത്രം മലനാടിൻ്റെ ഭാഗങ്ങളില്ല. ഇടനാട്ടിലെ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണെന്നാണ് അറിയപ്പെടുന്നത്. അവിടെ കൃഷി ചെയ്യുന്നത് പ്രധാനമായും തെങ്ങ്, അടയ്ക്ക, റബ്ബർ അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇനി അവിടെയുള്ളത് ഇലപൊഴിയും വനങ്ങൾ അഥവാ മൺസൂൺ വനങ്ങളാണ്. അടുത്തത് തീരപ്രദേശം. തീരപ്രദേശത്തെ മണ്ണ് എക്കൽ മണ്ണാണ്. ഇടനാട്ടിലെ മണ്ണ് ലാറ്ററൈറ്റും തീരപ്രദേശത്തത് എക്കൽ മണ്ണുമാണ്. കൃഷി ചെയ്യുന്നത് നെല്ല്, തെങ്ങ് മുതലായവയാണ്. തീരപ്രദേശം കൂടുതലുള്ള ജില്ല ആലപ്പുഴ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ തിണസങ്കല്പത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതിനു മുന്നേ നമുക്ക് കേരളത്തിൻ്റെ കുറച്ച് ഔദ്യോഗികമായ കാര്യങ്ങൾ കൂടി നോക്കാം. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം എന്ന് പറയുന്നത് കണിക്കൊന്നയാണ്. ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ഔദ്യോഗിക മൃഗം ആന. ഔദ്യോഗിക മത്സ്യം കരിമീൻ. ഔദ്യോഗിക പാനീയം കരിക്കിൻ വെള്ളം. ദേശീയോത്സവം ഓണം. ഔദ്യോഗിക ഫലം ചക്ക. ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരി. ഇനി കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയെ അംഗീകരിച്ച മലയാളമാണ് എൻ്റെ ഭാഷ എന്നത് ആരുടെ വരികളാണ്? അത് MT വാസുദേവൻ നായരുടെ വരികളാണ് കേട്ടോ. ഇനി അടുത്തത് തിണസങ്കല്പത്തെ നോക്കാം. ഭൂപ്രദേശത്തിൻ്റെ സവിശേഷതയനുസരിച്ച് തിണകൾ 5 എണ്ണമുണ്ട്. തിണകളിൽ നിന്ന് പലപ്പോഴും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് ഒരു ഭാഗം ഇവിടെ അത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ഇതിൽ കൂടെ അങ്ങ് ചേർക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തത് കുറിഞ്ചി. കുറിഞ്ചി എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്ന മലകളെയാണ്. അവിടെ വേടർ വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗമാണ് താമസിക്കുന്നത്. അടുത്തത് മുല്ലൈ. പുൽമേട് അല്ലെങ്കിൽ വനം. പുൽമേട് വനം കേൾക്കുമ്പോൾ നമുക്കറിയാം ഇടയന്മാർ, ആട്ടിടയന്മാരോ അങ്ങനെയുള്ള ഇടയന്മാരാണ് താമസിക്കുന്നത്. അടുത്ത മൂന്നാമത്തത് പാലൈ. തരിച്ചു ഭൂമിയാണ്. അവിടെ ജനവാസമില്ല. മുമ്പ് കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. മരുതൽ കൃഷിഭൂമിയാണ്. ഒരുവിധം ഭൂരിഭാഗം ജനങ്ങളും ആ ഒരു വിഭാഗത്തിൽ വരുന്നവരാണ്. അടുത്ത നെയ്തൽ. നെയ്തൽ തീരപ്രദേശമാണ്. മത്സ്യബന്ധനം
ഉപജീവനമാക്കിയവരാണ്. ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇനി കേരളത്തിൻ്റെ കുറച്ച് വിശേഷണങ്ങളുണ്ട്, അത് നോട്ടായിട്ട് എഴുതിയിട്ടില്ല. കേരളത്തിൻ്റെ ഓറഞ്ച് തോട്ടം എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. ആപ്പിൾ നഗരം കാന്തല്ലൂർ, മാങ്ങ നഗരം മുതലമട, ചന്ദന നഗരം മറയൂരാണ്. മലബാറിൻ്റെ ഊട്ടി എന്ന് പറയുന്നത് വയലാട, മലപ്പുറത്തിൻ്റെ മിനി ഊട്ടി അരിമ്പ്ര ഹിൽസ്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം കേരളം. തടാകങ്ങളുടെയും ലഗൂണുകളുടെയും നാട് കേരളം. പമ്പയുടെ ദാനം കുട്ടനാട്. കേരളത്തിൻ്റെ മത്സ്യത്തൊട്ടി കുട്ടനാട്. കേരളത്തിൻ്റെ നെല്ലറ കുട്ടനാട്. പൈതൃക നഗരം ആറന്മുള. അറബിക്കടലിൻ്റെ റാണി കൊച്ചി. കേരളത്തിൻ്റെ വൃന്ദാവനം മലമ്പുഴ. കേരളത്തിലെ കാശ്മീർ മൂന്നാർ. കേരളത്തിൻ്റെ ആഫ്രിക്ക വയനാട്. കേരളത്തിൻ്റെ സ്വിറ്റ്സർലൻഡ് വാഗമൺ. കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി ലക്കിടി. കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം പനമരം. താങ്ക് യു.